എല്ലാവർക്കും നമസ്കാരം. ജയ ശ്രീ രാധേ രാധേ. 30-നാണോ 31-നാണോ ഏകാദശി എന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. അപ്പോൾ പുത്രദാ ഏകാദശി എന്നും മോക്ഷദാ ഏകാദശി എന്നും സ്വർഗ്ഗവാതിൽ ഏകാദശി എന്നും വൈകുണ്ഠ ഏകാദശി എന്നും അങ്ങനെ എല്ലാ പേരിലും വിളിക്കപ്പെടുന്ന ഈ പൗഷമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അത് 30-നാണെന്ന് പറയുന്നുണ്ട്, 31-നാണെന്ന് പറയുന്നുണ്ട്. തിരുപ്പതിയിലൊക്കെ 30-നാണെന്ന് പറയുന്നു. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ 31-നാണെന്ന് പറയുന്നു. എന്ത് തന്നെയായാലും നമ്മൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ആ ഏകാദശി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏകാദശി ദിവസങ്ങളിൽ ഏകാദശി വ്രതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് വായിക്കുകയോ പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് അതിൻ്റെ പുണ്യഫലങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഏകാദശിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് എൻ്റെ എല്ലാ ഏകാദശികളെയും കുറിച്ച് വിവരിക്കുന്ന ഒരു ബുക്കുണ്ട്. ഞാൻ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുത്ത ആ കഥ ഒന്ന് കേട്ടാലോ. അതായത് ഭദ്രാവതി എന്ന് പറയുന്ന ഒരു രാജ്യത്ത് സുഗേതുമാൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു സൈബ്യം. അപ്പോൾ ഈ സുഗേതുമാൻ എന്ന് പറയുന്ന രാജാവിനും സൈബ്യയ്ക്കും പുത്രന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ആ പുത്രന്മാരുണ്ടാവാത്ത കാരണത്താൽ അവർ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അങ്ങനെ രാജാവ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങളുടെ ബലിതർപ്പണങ്ങൾ ആര് ചെയ്യും, പുത്രനില്ലല്ലോ ചെയ്യാനായിട്ട് എന്നോർത്ത് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരുന്നു. അത് മാത്രമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം, പിതൃക്കൾക്കും അത് ഓർത്തൊരു വിഷമം ഉണ്ടാവുമല്ലോ, പിതൃ തൃപ്തി വരുത്താനായിട്ട് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ രാജാവ് ചിന്തിക്കുകയാണ്, പുത്രൻ ജനിക്കാത്ത ഒരു വിവാഹ ജീവിതം വ്യർത്ഥമാണെന്നും കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജന്മത്ത് എല്ലാവർക്കും ഒരു പുത്രനെ ലഭിക്കുന്നതെന്നും ഒക്കെ ആ രാജാവ് ചിന്തിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ഭഗവാൻ വിഷ്ണുവിനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ആരാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ഒരു പുത്രനോ പുത്രന്മാരോ ഒക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ ആ രാജാവ് ചിന്തിച്ച് ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ആ രാജാവിൻ്റെ ജീവിതം അടുത്തിട്ട് ആത്മഹത്യ ചെയ്യാൻ വരെ ഒരുങ്ങി. പക്ഷേ ആത്മഹത്യ ചെയ്യുന്നത് വലിയ പാപമാണെന്ന് രാജാവിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ എന്നുള്ള ചിന്തയിൽ നിന്നും പിന്മാറിയിട്ട് അദ്ദേഹം ആരോടും പറയാതെ ഒരു യാത്ര പോവുകയാണ്. പണ്ഡിതന്മാരോടോ പുരോഹിതന്മാരോടോ ഒന്നും പറയാതെ രാജാവ് ഒരു കാട്ടിലേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ രാജാവ് ഒരു കാട്ടിലെത്തിച്ചേരുകയാണ്. അവിടെയാണെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് പക്ഷികളും മൃഗങ്ങളും തടാകങ്ങളും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ രാജാവ് അവിടെ കലഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു. അങ്ങനെ രാജാവിന് ഭയങ്കര വിശപ്പും ദാഹമൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തോ രാജാവ് ചെയ്ത ഒരു പുണ്യം ചെയ്ത എന്തോ ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട് മാനസസരോവറിന് സമാനമായ ഒരു തടാകത്തിൻ്റെ തീരത്ത് രാജാവ് എത്തിച്ചേരുകയും അവിടെ രാജാവ് ആ തടാകം നിറയെ താമരപ്പൂക്കളും മാമ്പലുകളും ഒക്കെ നിറഞ്ഞ ഒരുപാട് ജലജീവികളെ കൊണ്ട് നിറഞ്ഞ ആ തടാകത്തിന് മനോഹരത കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ തടാകത്തിൻ്റെ തീരത്ത് ഒരുപാട് ആശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് സന്യാസിമാരും ഋഷിവര്യമാരെയൊക്കെ ഈ രാജാവ് കാണുകയാണ്. അങ്ങനെ ഈ രാജാവ് ആ ഋഷിവര്യമാരുടെ അടുത്ത് ചെന്നിട്ട് കൈകൂപ്പി തൊടുത്തുകൊണ്ട് ഇങ്ങനെ രാജാവ് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ആരാണ്, എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ തിരിച്ച് അവരും ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളിങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് തിരിച്ച ഋഷിമാരും രാജാവിനോട് ചോദിക്കുകയാണ്. അപ്പം ഈ ഋഷിമാർ പറയുകയാണ്, നീ 5-6 ദിവസം കൂടി കഴിയുമ്പോൾ മാഘമാസം തുടങ്ങുകയാണ്, ഇന്ന് പുത്രദാ ഏകാദശിയാണ്, ഞങ്ങൾ ഇവിടെ സ്നാനം ചെയ്യാനായിട്ട് വന്നതാണ്. പുത്രദാ ഏകാദശി ആരെ ആചരിക്കുന്നുവോ അവർക്ക് സൽപുത്രന്മാരെ ലഭിക്കുമെന്ന് ഈ ഋഷിമാർ രാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ രാജാവ് പറയാണ്, ഞാൻ ഒരുപാട് വിഷമിക്കുകയാണ്, എനിക്കൊരു പുത്രനില്ലാത്തതിനാലും ഞാൻ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തു, യാഗങ്ങൾ ചെയ്തു, ഹോമങ്ങൾ ചെയ്തു, ബ്രാഹ്മണർക്ക് ദാനങ്ങൾ ചെയ്തു, എന്നിട്ടൊന്നും എനിക്ക് ഒരു പുത്രനെ ലഭിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഋഷിമാർ രാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ പുത്രദാ ഏകാദശി നേരം വേണം അനുഷ്ഠിച്ചാൽ ഉറപ്പായിട്ടും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരു നല്ലൊരു സൽപുത്രനെ നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സുഗേതുവാൻ രാജാവ് ആ പുത്രദാ ഏകാദശി ആചരിക്കുകയും ഏകാദശി ആചരിച്ചതിന് ശേഷം തിരിച്ച് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അവിടെ സൈബ്യ രാജ്ഞിയുമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ അവർക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വളരെ തേജസ്സാർന്ന ഒരു സൗന്ദര്യമൊക്കെയുള്ള ഒരു കരുത്തനായ ഒരു പുത്രനെ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ആ പുത്രൻ ഭയങ്കര കീർത്തിമാനായി തീരുമെന്നൊക്കെ ഋഷിമാർ വരം നൽകി അനുഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഈ പുത്രദാ ഏകാദശിയുടെ ഒരു കഥ എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുകയാണ്, ആരാണ് ഈ ഏകാദശി പുത്രദാ ഏകാദശി നിഷ്ഠയോടുകൂടി ആചരിക്കുന്നത് അവർക്ക് മോക്ഷം ലഭിക്കുകയും മോക്ഷഫലപ്രാപ്തി ഉണ്ടാവുകയും അവർ ആഗ്രഹ സൽപുത്രനെ ലഭിക്കുകയും പിന്നീട് ആരാണോ ഈ ഏകാദശി മഹാത്മ്യം ഏതൊരുവനാണോ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ കേൾക്കുകയും ചെയ്യുന്നത് അവർക്കും ഈ അശ്വമേധ യാഗം നടത്തിയാലുള്ള ഫലം ഉണ്ടാകുമെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിഷ്ഠയോടുകൂടി ഈ ഏകാദശി വ്രതം എടുത്ത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണം. വർഷത്തിൽ ഈ ഏകാദശിയെങ്കിലും ഇതുവരെ എടുത്തിട്ടില്ലാത്തവർ ഒന്നെടുക്കണം കേട്ടോ. ജയ ശ്രീ രാധേ രാധേ.